ഹായ്. അപ്പോൾ ഇന്ന് ഇന്നത്തെ ഡ്രസ്സ് എന്നും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് അവൻ വീഡിയോയിൽ വന്നിരിക്കുന്നതും. അവനെ രക്ഷയില്ല ഈ ഡ്രസ്സ് കണ്ടിട്ട്. ഈ ഡ്രസ്സ് വെച്ചിട്ടായിരിക്കും മിക്കവാറും എൻ്റെ ഫേസ്ബുക്ക് ചാനലിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലുള്ള ആൾക്കാർ ഫസ്റ്റ് എന്നെ കണ്ടിട്ടുണ്ടാവുക. അതിനു മുമ്പും കണ്ടിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും, പക്ഷെ കൂടുതൽ ആൾക്കാരും ഈ ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കും ആദ്യം കണ്ടിട്ടുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊള്ളാണ്ടായി. ഞാൻ ഭയങ്കര തടിച്ചപ്പോൾ പിന്നെ ഈ ഡ്രസ്സ് പിന്നെ കൊള്ളാണ്ടായി. ഇപ്പൊ വീണ്ടും ഇപ്പൊ ഈ ഡ്രസ്സ് ലൂസാണ്. അപ്പോ ഞാനെല്ലാ പഴയ ഡ്രസ്സും നോക്കി ഏതൊക്കെ ഇടാൻ പറ്റുന്നു ഇടയ്ക്ക് തപ്പണ വരെ വീട്ടിൽ വന്നപ്പോൾ വേറെ പണിയൊന്നും ഇല്ല, എന്തായാലും പുറത്തേക്ക് പോകാനുള്ള എനർജി ഒന്നും ഇല്ല. അപ്പൊ ഒന്ന് തപ്പി നോക്കിയപ്പോൾ ഓക്കെ, ഇത് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ കൊള്ളുണ്ട്, ഇത് ലൂസാണ്. എലിസബത്ത് ഉദയൻ സോഷ്യൽ മീഡിയയിൽ പഴയതിനേക്കാളും സജീവമാണ് നമ്മുടെ എലിസബത്ത് ഉദയൻ. അതും ആരുടെയും കുറ്റമോ അല്ലെങ്കിൽ കുറവോ പറയാനല്ല, സ്വന്തം സന്തോഷത്തിന് വേണ്ടിയാണ് താൻ ചാനൽ വഴി വിശേഷങ്ങൾ പങ്കിടുന്നത് എന്നാണ് എലിസബത്തിന് പറയാനുള്ളതും. ഞാൻ എൻ്റെ സന്തോഷങ്ങൾ നിങ്ങളുമായി പങ്കിടുന്നു. വീഡിയോ ചെയ്യുന്നതും സംസാരിക്കുന്നതുമൊക്കെ എൻ്റെ സന്തോഷത്തിനാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് കാണണ്ട. ഞാൻ പിന്നെ എപ്പോഴും വീഡിയോയ്ക്ക് മുമ്പിൽ വന്ന് കരഞ്ഞു വന്നിരിക്കണോ എന്ന നിലപാടാണ് ഇക്കഴിഞ്ഞ ദിവസമാണ് എലിസബത്ത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നത്. ഇനി എലിസബത്തിന്റെ വീഡിയോസിൽ വന്നിട്ട് ബാലയെക്കുറിച്ചും സംസാരിക്കുകയും ഒപ്പം പിരിയാനുള്ള കാരണങ്ങൾ തിരക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളെ കമന്റ് ബോക്സിൽ കാണാൻ സാധിക്കും. എന്നാൽ തൻ്റെ ഭാഗത്ത് നിന്ന് ആരെയും മോശപ്പെടുത്തി ഒരു വീഡിയോ പങ്കിടില്ല എന്ന് മുൻപേ തന്നെ എലിസബത്ത് അത് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് തൻ്റെ ചാനലിലേക്ക് ആരും വരണ്ട എന്ന് തന്നെയാണ് എലിസബത്ത് പറഞ്ഞിരുന്നത്. എലിസബത്തിൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടാകണം കഴിഞ്ഞ ദിവസം കൂടി എലിസബത്തിനെ ഗോൾഡ് എന്നാണ് ബാല വിശേഷിപ്പിച്ചത്. എന്തിനാണ് പിരിഞ്ഞതെന്നോ എന്താണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ള ചോദ്യങ്ങൾക്കും അത് തീർത്തും സ്വകാര്യത എന്നാണ് ബാല പറഞ്ഞിരിക്കുന്നത്. സെയിം എലിസബത്തും അതുപോലെ തന്നെയാണ്, അദ്ദേഹത്തിനെതിരെ ഒന്നും സംസാരിക്കുന്നില്ല. വിവാഹം അറിഞ്ഞ സമയത്ത് തനിക്ക് ദുഃഖം തോന്നിയ കാര്യമൊക്കെ എലിസബത്ത് വന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഒരുപാട് സ്ട്രെസ് ഇപ്പോഴും ഉണ്ടാകാറുണ്ട്, അതൊക്കെ മറക്കുന്നതിന് കൂടിയാണ് തൻ്റെ വീഡിയോസ് എന്നും എലിസബത്ത് പറയുകയാണ്. എന്നാൽ ഇപ്പോഴിതാ ബാലയുമായിട്ടുള്ള വിവാഹ റിസപ്ഷനിൽ ധരിച്ച അതേ വസ്ത്രം അണിഞ്ഞെത്തിയിരിക്കുകയാണ് എലിസബത്ത്. ഈ വസ്ത്രം അണിഞ്ഞാകും എന്നെ ആദ്യമായി നിങ്ങളിൽ പലരും കാണുന്നത് എന്നാണ് എലിസബത്ത് പറഞ്ഞിരുന്നത്. അപ്പൊ എന്തായാലും എലിസബത്തിന്റെ പുതിയ വീഡിയോ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹായ്. അപ്പോ ഇന്ന് ഇന്നത്തെ ഡ്രസ്സ് എന്നും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് അവൻ വീഡിയോയിൽ വന്നിരിക്കുന്നതും. അവനെ രക്ഷയില്ല ഈ ഡ്രസ്സ് കണ്ടിട്ട്. ഈ ഡ്രസ്സ് വെച്ചിട്ടായിരിക്കും മിക്കവാറും എൻ്റെ ഫേസ്ബുക്ക് ചാനലിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലുള്ള ആൾക്കാർ ഫസ്റ്റ് എന്നെ കണ്ടിട്ടുണ്ടാവുക. അതിനു മുമ്പും കണ്ടിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും, പക്ഷെ കൂടുതൽ ആൾക്കാരും ഈ ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കും ആദ്യം കണ്ടിട്ടുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊള്ളാണ്ടായി. ഞാൻ ഭയങ്കര തടിച്ചപ്പോൾ പിന്നെ ഈ ഡ്രസ്സ് പിന്നെ കൊള്ളാണ്ടായി. ഇപ്പൊ വീണ്ടും ഇപ്പൊ ഈ ഡ്രസ്സ് ലൂസാണ്. അപ്പോ ഞാനെല്ലാ പഴയ ഡ്രസ്സും നോക്കി ഏതൊക്കെ ഇടാൻ പറ്റുന്നു ഇടയ്ക്ക് തപ്പണ വരെ വീട്ടിൽ വന്നപ്പോൾ വേറെ പണിയൊന്നും ഇല്ല, എന്തായാലും പുറത്തേക്ക് പോകാനുള്ള എനർജി ഒന്നും ഇല്ല. അപ്പൊ ഒന്ന് തപ്പി നോക്കിയപ്പോൾ ഓക്കെ, ഇത് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ കൊള്ളുണ്ട്, ഇത് ലൂസാണ്. അന്ന് നല്ല മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടായിരുന്നു ഞാൻ ഈ ഡ്രസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ഡ്രസ് ഒന്ന് സ്ഥിരം ക്ലീഷേ പരിപാടികളാണ്. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാ. ഞാൻ അതുപോലെ തന്നെ അടുത്ത നവരാത്രിക്ക് ഗർഭയ്ക്ക് ഈ ഡ്രസ്സ് ഇട്ടിട്ട് പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ഗർഭ ഡാൻസിന്റെ വീഡിയോ ഞങ്ങളുടെ അവിടെ കോളേജില് ഫംഗ്ഷന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഡ്രസ്സ് ഇട്ടിട്ട് പോയാലോ, ഈ ഡ്രസ്സ് ഇട്ട് ഡാൻസ് സ്റ്റെപ്സ് ഒക്കെ പഠിച്ച് നന്നായിട്ട് ഡാൻസ് കളിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ എന്തായാലും ഡ്രസ്സ് കൊണ്ട് ആ സമയമാകുമ്പോഴേക്കും വീണ്ടും തടിക്കുമോ എനിക്കറിയില്ല. ഓക്കെ, ബൈ. എന്തായാലും എലിസബത്ത് ഇക്കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ദുഃഖമുള്ളതായിട്ടൊന്നും ഒരു തോന്നലൊന്നും അവരുടെ വാക്കുകളിൽ എവിടെയും കാണാനില്ല. എന്നാൽ ഏറെ ദുഃഖം കടിച്ചമർത്തിയിട്ടാകണം ഈ ഒരു വേഷത്തിൽ എലിസബത്ത് എത്തിയതും എന്ന് ചിലർ പറയുന്നുണ്ട്. ഇനി ഈ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമന്റുകൾ ഇട്ടേക്കുന്നത്. അതായത് ഒരാൾ മറ്റൊരാളെ ഉപേക്ഷിച്ച് പോയാൽ അവിടെ അവസാനിക്കുന്നതാണോ ഒരാളുടെ ജീവിതം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഒരിക്കലുമല്ല. അവരുടെ സന്തോഷം, മുന്നോട്ടുള്ള ജീവിതമൊക്കെ ഇനിയുമുണ്ട്. ഡിവോഴ്സ് ആയവരൊക്കെ വീട് ഇട്ടുകൂടാ എന്നും മരണം വരെ സന്തോഷം ഉണ്ടാക്കണ്ട എന്നൊക്കെ ഉണ്ടോ?
വേദനപ്പെടുത്തുന്ന പല സാഹചര്യങ്ങൾ വരും പോവും. അതൊക്കെ ജീവിതത്തിലെ അറിവായി ഉൾക്കൊള്ളുക. അത്ര തന്നെ. ജീവിതം എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. ആരെല്ലാം ഉപേക്ഷിച്ചാലും അവിടെ തീരുന്നതല്ല നമ്മുടെ ഈ ഒരു ജീവിതം. അതേസമയം മലയാള സിനിമാ പ്രേമികൾക്കേറെ സുപരിചിതനായ നടൻ ബാലയെക്കുറിച്ച് ഇനി പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പലപ്പോഴും വിവാദങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളുമെല്ലാം ബാലയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി കൊച്ചിയിൽ വീട് വാങ്ങി താമസിക്കുകയായിരുന്നു ബാല. വളരെ വിരളമായി മാത്രമാണ് ജന്മനാടായ തമിഴ്നാട്ടിലേക്ക് അദ്ദേഹം പോകുന്നതും. അടുത്തിടെയാണ് നടൻ ഇവിടെ നിന്ന് താമസം മാറിയിട്ട് വൈക്കത്തേക്ക് ബാല താമസം മാറിയത്. അത് ബാലയുടെ വീടിന്റെ ചിത്രങ്ങളും വീഡിയോസും എല്ലാം ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വളരെ വേഗത്തിൽ തന്നെ അത് വൈറലായി മാറുകയും ചെയ്തിരുന്നു. നമുക്കറിയാലോ, ബാലയുടെ ഇപ്പോഴത്തെ 4ാമത്തെ വിവാഹമാണ് കോകിലയാണ്. അതായത് അമ്മാവന്റെ മകളായ കോകിലയാണ് ബാല വിവാഹം കഴിച്ചത് എന്നൊക്കെ താരം പറഞ്ഞിട്ടുണ്ടായത്. മുൻ ഭാര്യയായ അമൃത ബാലയ്ക്കെതിരെ കേസും കൊടുത്തിരുന്നു. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായതാണ്. ഈ കേസ് കൊടുത്തതിന് പിന്നാലെ തന്നെ നടനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അതിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു ഈ ഒരു കോകിലയുമായിട്ടുള്ള വിവാഹം നടന്നതും. ഈ അമ്മാവന്റെ മകളാണ് കോകില എന്ന് ബാല പറഞ്ഞിരുന്നുവെങ്കിലും എന്നാൽ ബന്ധുവാണെന്ന് പറഞ്ഞിട്ടും അത് എന്തുകൊണ്ടാണ് കോകിലയുടെ വീട്ടുകാരൊന്നും ആ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാതിരുന്നത് എന്നുള്ള സംശയങ്ങളും പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രവുമല്ല, കോകിലയുടെ കുടുംബത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴൊന്നും കൂടുതൽ പ്രതികരിക്കാൻ പോലും ഇതുവരെ ബാല തയ്യാറായിട്ടുമില്ല. ഇതോടെ കോകില ഒരു ദരിദ്ര കുടുംബത്തിലെ കുട്ടിയാണെന്ന തരത്തിൽ വരെ പ്രചരണമുണ്ടായി. എന്നാൽ ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം പ്രതികരിച്ചുകൊണ്ട് തന്നെ നടൻ ബാല രംഗത്ത് വരികയുണ്ടായി. ഒരു പ്രൈവറ്റ് ചാനലിന് നൽകിയ ഒരു ഇന്റർവ്യൂ വഴിയാണ് ബാല ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയതും. കോകിലയുടെ പിതാവ് എനിക്കും പിതാവാണ്, അദ്ദേഹത്തിന് നല്ല വയസ്സുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ പ്രായം ഞാൻ ബഹുമാനിക്കണമെന്നൊക്കെയാണ് നമ്മുടെ ബാല പറയുന്നത്. കൂടാതെ നടൻ ബാലയെ അദ്ദേഹം മകനായിട്ടാണ് കാണുന്നത്. ഞങ്ങളുടെ ആസ്തിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലും കേരളത്തിലും ഒരു വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ബാല പറയുന്നത്. അതുകൊണ്ട് തന്നെ കോകിലയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നും റിലേഷൻ വെളിപ്പെടുത്താൻ പാടില്ല എന്നത് കോകിലയുടെ അച്ഛൻ്റെ ആഗ്രഹമാണ് എന്നൊക്കെയാണ്. അതുമല്ല, കോകിലയുടെ അച്ഛൻ ഒരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണെന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. 17 വയസ്സ് മുതൽ സന്നദ്ധ പ്രവർത്തനങ്ങളും അതുപോലെ ദാനധർമ്മവും ചെയ്യുന്ന ഒരാളാണ് ബാല. അത്തരം കാര്യങ്ങൾക്ക് പോകുമ്പോൾ ബാല കോകിലയൊപ്പം കൂട്ടാറുണ്ടായിരുന്നു. ഈ അമൃത ആശുപത്രിയിലെ ഓപ്പറേഷന് ശേഷം 10 ദിവസം വരെ വളരെ സീരിയസ് ആയിട്ട് ബാല ഹോസ്പിറ്റലിലായിരുന്നു. ആ ഒരു ടൈമിലാണ് കോകിലയുടെ സ്നേഹം ബാല അറിയുന്നത് എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് തന്നെ. ഒരു പുരുഷൻ മുന്നോട്ട് പോകണമെങ്കിൽ ശക്തിയായിട്ട് ഒരു സ്ത്രീ ഒപ്പം വേണം. എൻ്റെ ജീവിതം അറിഞ്ഞാൽ സിനിമ പോലും തോറ്റുപോകും എന്നാണ് ബാല പറയുന്നത്. കോകില വന്നതിന് ശേഷം അമ്മയെയും അതുപോലെ ഭാര്യയും സുഹൃത്തിനെയും മകളെയും ഒക്കെ കിട്ടി എന്ന് തന്നെയാണ് ബാല വളരെ സന്തോഷത്തോടെ പറയുന്നത്.